ഹായ് ഫ്രണ്ട്സ്, പബ്ലിക് ഇൻ്റർനാഷണൽ ലോയിലെ ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. പ്രൊഫസർ ഒപ്പൻഹെയിമിനെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റീസ് എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ്സ് ആണ്. കോൺട്രാക്ച്വൽ ക്യാരക്ടറുള്ള എഗ്രിമെൻറ്റ്സ് ആണ് ട്രീറ്റീസ് എന്ന് പറയുന്നത്. അത് എൻ്റർ ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റുകളിലെ ഓർഗനൈസേഷനോ ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ലീഗൽ റൈറ്റ്സും ഡ്യൂട്ടീസും ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ എഗ്രിമെൻറ്റ് വഴി ക്രിയേറ്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 2 ഓഫ് വിയന്ന കൺവെൻഷൻ ഓൺ ലോ ഓഫ് ട്രീറ്റീസ് 1969 അകത്ത് പറയുന്നുണ്ട് ട്രീറ്റി എന്ന് പറയുന്നത് എന്താണ്, എഗ്രിമെൻ്റ് ആണ്. അതിൽ രണ്ടോ അതിലധികമോ സ്റ്റേറ്റുകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇൻ്റർനാഷണൽ ലോയിൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു ഇതാണ് ട്രീറ്റി എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ലോ പ്രകാരം ലോ മേക്കിംഗ് ട്രീറ്റീസിനെ എന്താണ് കൺസിഡേർഡ് ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോ. ഇൻ്റർനാഷണൽ ലോയിൽ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോ ആയിട്ടാണ് ലോ മേക്കിംഗ് ട്രീറ്റീസിനെ കണക്കാക്കുന്നത്. ട്രീറ്റി ക്രിയേറ്റ് ബൈൻഡിങ് ഒബ്ലിഗേഷൻ ഓൺ സ്റ്റേറ്റ്സ് ഓർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഹു ആർ പാർട്ടീസ് ടു ഇറ്റ്. ഒരു ട്രീറ്റി എന്ന് പറയുന്നത് അവിടെ ഒരു ബൈൻഡിങ് ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൽ ആരൊക്കെയാണോ പാർട്ടീസ് അവർ തമ്മിലൊരു ബൈൻഡിങ് ഒബ്ലിഗേഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ബേസിസ് ഓഫ് ബൈൻഡിങ് ഫോഴ്സസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രീറ്റി അല്ലെങ്കിൽ വൈ ട്രീറ്റി റൂൾസ് ആർ ഫോളോഡ് ബൈ ദ സ്റ്റേറ്റ്സ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു പാക്റ്റാസ് ആൻഡ് സർവൻഡേ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിളാണ് ഇൻ്റർനാഷണൽ ലോ ഫുള്ളി നിൽക്കുന്നത്. ഇറ്റാലിയൻ ജൂറിസ്റ്റ് അൻസലോട്ടിയുടെ കാഴ്ചപ്പാടിൽ പാക്റ്റാസ് ആൻഡ് സർവൻഡേ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രീറ്റീസിൻ്റെ ബേസിക് ആയിട്ടുള്ള ബൈൻഡിങ് ഫോഴ്സാണ്. ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് ആർ ബൗണ്ട് ടു ഫുൾഫിൽ ഇൻ ഗുഡ് ഫെയ്ത്ത് ദ ഒബ്ലിഗേഷൻ അസ്യൂംഡ് ടു ദം അണ്ടർ ദ എഗ്രിമെൻറ്റ്സ്. എഗ്രിമെൻറ്റ് പ്രകാരം അവർക്ക് അസ്യൂം ചെയ്ത് കൊടുക്കുന്ന ഒബ്ലിഗേഷൻ അവർ ഗുഡ് ഫെയ്ത്തോടു കൂടി ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് പാക്റ്റാസ് ആൻഡ് സർവൻഡേയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹാസ് ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ് ആൻ ടൈം ഹോണേഡ് ബേസിക് പ്രിൻസിപ്പിൾ. ഒരു ടൈം ഹോണേഡ് ബേസിക് പ്രിൻസിപ്പിളായിട്ടാണ് പാക്റ്റാസ് ആൻഡ് സർവൻഡേ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർനാഷണൽ ലോയാണ്. അതുപോലെ തന്നെ ഷുവർലി ദ ബേസിക് പ്രിൻസിപ്പിളാണ് പാക്റ്റാസ് ആൻഡ് സർവൻഡേ എന്ന് പറയുന്നത്. എന്താണ്, ഒരു ട്രീറ്റിയുടെ ബേസിക് പ്രിൻസിപ്പിളാണ് പാക്റ്റാസ് ആൻഡ് സർവൻഡ. ആർട്ടിക്കിൾ 26 ഓഫ് ദ വിയന്ന കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ട്രീറ്റീസ് 1969 പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, എല്ലാ ട്രീറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫോഴ്സ് ഈസ് ബൈൻഡിങ് അപ്പോൺ ടു ദ പാർട്ടീസ് അപ്പോൺ ഇറ്റ് ആൻഡ് മസ്റ്റ് ബി പെർഫോംഡ് ബൈ ദം ഇൻ ഗുഡ് ഫെയ്ത്ത്. അതിലെ പാർട്ടീസ് ആയിട്ടുള്ളവർക്ക് ബൈൻഡിങ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ് ട്രീറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗുഡ് ഫെയ്ത്തോടു കൂടി വേണം അത് പെർഫോം ചെയ്യാനും. ഓക്കെ, അപ്പോൾ പാക്റ്റാസ് ആൻഡ് സർവൻഡേ എന്ന് പറയുന്നത് ബേസിക്കാണ്, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്, മെയിനായിട്ട് ഇൻ്റർനാഷണൽ ലോയിൽ വരുന്ന ഒരു പ്രിൻസിപ്പിളാണ് പാക്റ്റാസ് ആൻഡ് സർവൻഡ. ആർക്കാണ് ഒരു ട്രീറ്റിയിൽ എൻട്രി ചെയ്യാൻ വേണ്ടി കഴിയുന്നത്? ഇൻ്റർനാഷണൽ ലോ പ്രകാരം സോവറിൻ സ്റ്റേറ്റുകൾക്കും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസുമാണ് എന്ത്, ഇൻ്റർനാഷണൽ ട്രീറ്റീസിലെ പാർട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഒരു ട്രീറ്റി ഫോം ചെയ്യുമ്പോൾ അവിടെ കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. അതിൽ ഫസ്റ്റ് വണ്ണാണ് അക്രഡിഷൻ ഓഫ് ഏജൻറ്റ്സ് ഓർ പേഴ്സൺസ്. അപ്പോൾ ഒരു ട്രീറ്റി ഫോം ചെയ്യുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റേറ്റ് ഓതറൈസസ് സം റെപ്രസെൻറ്റേറ്റീവ്സ് ടു പ്രസൻറ്റ് ദം ഫോർ ദ നെഗോസിയേഷൻ, അഡോപ്ഷൻ ആൻഡ് സിഗ്നേച്ചർ ഓഫ് എ ട്രീറ്റി. ഒരു ട്രീറ്റി സൈൻ ചെയ്യാനും അതിൻ്റെ അഡോപ്ഷന് വേണ്ടിയും നെഗോസിയേഷന് വേണ്ടിയും ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യും, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഓതറൈസ് ചെയ്യും. അതിനെയാണ് അക്രഡിഷൻ ഓഫ് ഏജൻറ്റ്സ് അല്ലെങ്കിൽ പേഴ്സൺസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെഗോസിയേഷൻ ആൻഡ് അഡോപ്ഷനാണ്. ഈ അക്രഡിറ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ ഈ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ത് ചെയ്യണം, എൻ്റർ ഇൻ ടു നെഗോസിയേഷൻ ആൻഡ് സെറ്റിൽ ദ ടേംസ് ഓഫ് ട്രീറ്റി. നെഗോസിയേഷനിൽ എൻ്റർ ചെയ്തിട്ട് ആ ട്രീറ്റി സെറ്റിൽ ചെയ്യണം. മൂന്നാമത്തേന്ന് പറയുന്നത് സിഗ്നേച്ചറാണ്. ഫോർമൽ സെഷനിൽ എന്ത് ചെയ്യണം, ഈ അക്രഡിറ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് പിന്നെ ഈ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത റാറ്റിഫിക്കേഷനാണ്. റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ത് ചെയ്യുന്നു, ഈ ട്രീറ്റിയെ അപ്രൂവ് ചെയ്യുന്നു. ട്രീറ്റി കം ഇൻ ടു ഫോഴ്സ് വെൻ ഇറ്റ് ഹാസ് ബീൻ റാറ്റിഫൈഡ് ബൈ ദ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റ് റാറ്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഒരു ട്രീറ്റി എന്തായിട്ട് മാറുന്നുള്ളൂ, അത് ഫോഴ്സ് അത് നിലവിൽ വരുന്നുള്ളൂ. അങ്ങനെ റാറ്റിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് യാതൊരു വിലയും കാണത്തില്ല. അപ്പോൾ കമ്മിങ് ടു ഫോഴ്സ് ആകണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, റാറ്റിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം. റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ സ്റ്റേറ്റിൻ്റെ ഹെഡ് അപ്രൂവ് ചെയ്യുന്നതിനെയാണ് റാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് സെസേഷൻ ആൻഡ് അദഷൻ. Those who have not signed the treaty may also accept the terms of treaty subsequently and it
ഇറ്റ് ഈസ് കോൾഡ് അസഷൻ. അസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ട്രീറ്റി സൈൻ ചെയ്യാത്ത പാർട്ടികൾ പോലും ആ ട്രീറ്റിയുടെ ടേംസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് അസഷൻ എന്ന് വിളിക്കുന്നത്. അസഷൻ ഒക്കർ ചെയ്യുന്നത് റാറ്റിഫിക്കേഷൻ നടക്കുന്നതിന് മുൻപേ ആയിരിക്കും. വെൻ എ പാർട്ടി വിച്ച് ഈസ് നോട്ട് എ പാർട്ടി ടു ദ ട്രീറ്റി, വെൻ എ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റ് ഒരു ട്രീറ്റിയിലെ പാർട്ടി അല്ലെങ്കിൽ പോലും അവർ അതിൻ്റെ ടേംസ് അക്സെപ്റ്റ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കുന്നു? അദഷൻ. പക്ഷേ ആ പറഞ്ഞിട്ടുള്ള ടേംസ് അക്സെപ്റ്റ് ചെയ്യുന്നത് റാറ്റിഫിക്കേഷൻ നടത്തിയതിന് ശേഷമായിരിക്കും. ഓക്കെ, റാറ്റിഫിക്കേഷൻ നടത്തിയതിന് ശേഷം പാർട്ടീസ് അല്ലാത്ത സ്റ്റേറ്റ് ട്രീറ്റിയുടെ ടേംസ് അക്സെപ്റ്റ് ചെയ്യുന്നതിനെ അദഷൻ എന്നും, പാർട്ടീസ് അല്ലാത്ത സ്റ്റേറ്റ് ട്രീറ്റിയുടെ ടേംസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ എപ്പോഴും ബിഫോർ റാറ്റിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ അസഷൻ എന്നും വിളിക്കുന്നു. അപ്പോൾ അസഷനും അദഷനും. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആൻഡ് പബ്ലിക്കേഷനാണ്. ഒരു ട്രീറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? രജിസ്ട്രേഷനും പബ്ലിക്കേഷനും നടത്തിയിട്ടുണ്ടായിരിക്കണം. ഇത് രണ്ടും ട്രീറ്റിയുടെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ആണ്. ആർട്ടിക്കിൾ 102 ഓഫ് ദ UN ചാർട്ടറിൻ്റെ അകത്താണ് പറയുന്നത് എല്ലാ ഇൻ്റർനാഷണൽ ട്രീറ്റീസും എൻറ്റേർഡ് ഇൻ ടു ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ യുഎൻഒയുടെ മെമ്പേഴ്സ് എൻ്റർ ചെയ്തിട്ടുള്ള ട്രീറ്റീസ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? UN പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഒരു ട്രീറ്റി UN രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കനോട്ട് ബി ഇൻവോക്ഡ് ബിഫോർ എനി ഓർഗൻ ഓഫ് ദ യുഎനിൻ്റെ ഓർഗനിൽ ഈ ട്രീറ്റി ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ദ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രൊവിഷൻ ഈസ് ടു പ്രിവെൻറ്റ് ദ പ്രാക്ടീസ് ഓഫ് സീക്രട്ട് എഗ്രിമെൻറ്റ്സ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യണം, പബ്ലിക്കേഷൻ നടത്തണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റുകൾ തമ്മിൽ രഹസ്യമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ, സീക്രട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റുകൾ തമ്മിൽ അങ്ങനെ ഒരു രഹസ്യമായിട്ടൊരു സീക്രട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു, മറ്റുള്ള സ്റ്റേറ്റുകൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയാണ് ഈ രജിസ്ട്രേഷൻ ആൻഡ് പബ്ലിക്കേഷൻ നടത്തണമെന്ന് പറയുന്നത്. അടുത്തത് ടെർമിനേഷൻ ഓഫ് ട്രീറ്റീസ് എങ്ങനെയൊക്കെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്? 1 ഓപ്പറേഷൻ ഓഫ് ലോയെ, 2 ആക്ട് ഓഫ് പാർട്ടീസ് ആണ്. ട്രീറ്റി ടെർമിനേറ്റ് ചെയ്യുന്നത് ഓപ്പറേഷൻ ഓഫ് ലോയിൽ കുറച്ച് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. എക്സ്റ്റെൻഷൻ ഓഫ് എയ്തർ പാർട്ടി ടു എ ബൈലാറ്ററൽ ട്രീറ്റി, ബൈ ഔട്ട് ബ്രേക്ക് ഓഫ് വാർ, ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, റെബസ് സിക് സ്റ്റാൻഡിബസ്, എക്സ്പിറേഷൻ ഓഫ് ഫിക്സഡ് ടൈം, ജസ്റ്റ് കോഗ്നീസ്. ഇത്രയും മാർഗ്ഗങ്ങൾ വഴിയാണ് ഒരു ഓപ്പറേഷൻ ഓഫ് ലോ വഴി ഒരു ട്രീറ്റിയെ ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്